ഇമിഗ്രേഷൻ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന USCISൽ ഇപ്പോൾ പല മാറ്റങ്ങളും വരുന്നുണ്ട്. ഗ്രീൻ കാർഡ് കിട്ടാൻ ഇപ്പോൾ കൂടുതൽ ബുദ്ധിമുട്ടാണ്. ഏകദേശം ഒരു മാസം മുൻപ് USCIS പുതിയ നിയമങ്ങളും രീതികളും തുടങ്ങിയതാണ് ഇതിന് കാരണം. രാജ്യത്ത് ഉണ്ടാകാൻ പാടില്ലാത്ത ആളുകളെ കണ്ടെത്തി പുറത്താക്കാൻ ഗവൺമെൻറ് കൂടുതൽ ശ്രദ്ധിക്കുന്നുവെന്നതാണ് US ഇമിഗ്രേഷൻ അറ്റോർണി ജേക്കബ് സ്പോച്നിക് തന്റെ യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞിരിക്കുന്നത്. കുറ്റം ചെയ്തവരെ മാത്രമല്ല മറ്റുള്ളവരെയും ഇങ്ങനെ പുറത്താക്കുന്നുണ്ട്. USCIS ഇപ്പോൾ ICE എന്ന വിഭാഗവുമായി ചേർന്ന് കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുകയാണ്. ICE എന്നാൽ കുടിയേറ്റ നിയമങ്ങൾ നടപ്പാക്കുന്ന ഏജൻസിയാണ്. പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പൗരത്വത്തിനായുള്ള അഭിമുഖം ഇപ്പോൾ കൂടുതൽ കർശനമാണ്. ഉദ്യോഗസ്ഥർ നിങ്ങളുടെ പഴയകാല കുടിയേറ്റ രേഖകൾ എല്ലാം പരിശോധിക്കും. വിവാഹം വഴി നിങ്ങൾക്ക് ഗ്രീൻ കാർഡ് കിട്ടിയെങ്കിൽ ആ വിവാഹത്തെക്കുറിച്ച് വീണ്ടും ചോദിച്ചേക്കാം. നിങ്ങളിപ്പോൾ ആ വ്യക്തിയുമായി ഒരുമിച്ചല്ലെങ്കിൽ കൂടുതൽ ചോദ്യങ്ങളുണ്ടാവാം. എല്ലാ വിവരങ്ങളും ഓർത്തുവെച്ച് കൃത്യമായി ഉത്തരം പറയണം. അല്ലെങ്കിൽ നിങ്ങളുടെ അപേക്ഷ വൈകുകയോ നിരസിക്കുകയോ ചെയ്യാം. N-400 ഫോമിൻ്റെ 9-ാം ഭാഗത്തിലെ നിങ്ങളുടെ പ്രവർത്തനങ്ങളെയും അംഗത്വങ്ങളെയും കുറിച്ചുള്ള ചോദ്യങ്ങളും ഉണ്ടാകും. മുൻപ് ചില ആളുകൾക്ക് ഗ്രീൻ കാർഡിന് അഭിമുഖം വേണ്ടിയിരുന്നില്ല. ഇതിനെ ഇൻ്റർവ്യൂ വെയർ എന്നാണ് വിളിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ കൂടുതൽ ആളുകൾക്കും അഭിമുഖം ഉണ്ടാകും. നിങ്ങളിപ്പോൾ അപേക്ഷിച്ചാൽ പിന്നീട് അഭിമുഖത്തിന് വിളിക്കാൻ സാധ്യതയുണ്ട്. ഇത് നിങ്ങളുടെ അപേക്ഷയുടെ സമയം കൂട്ടാൻ സാധ്യതയുണ്ട്. ഇൻ്റർവ്യൂ ഒഴിവാക്കാൻ മുൻപ് സാധിക്കുമായിരുന്നു, എന്നാൽ ഇനി അത് നടക്കില്ല. കൂടുതൽ ദമ്പതികളെ സ്റ്റോക്സ് ഇൻ്റർവ്യൂസിന് വിളിക്കുന്നുണ്ട്. ഈ അഭിമുഖത്തിൽ ഭർത്താവിനെയും ഭാര്യയെയും വെവ്വേറെയാണ് ചോദ്യം ചെയ്യുന്നത്. ഇങ്ങനെ വെവ്വേറെ ചോദ്യം ചെയ്യുമ്പോൾ കൂടുതൽ സമയമെടുക്കുകയും കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചെയ്യും. നിങ്ങൾ അനുമതിയില്ലാതെ അമേരിക്കയിൽ വന്നവരോ അനുവദിച്ച സമയത്തിലും കൂടുതൽ ഇവിടെ താമസിച്ചവരോ ആണെങ്കിൽ അഡ്വാൻസ്ഡ് പരോളിന് പ്രശ്നമുണ്ടാകാം. ചില ആളുകളുടെ അഡ്വാൻസ് പരോൾ നിരസിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ യാത്ര ചെയ്ത് തിരികെ വരുമ്പോൾ പ്രശ്നങ്ങളുണ്ടാകുന്നു. നിങ്ങൾക്ക് മുൻപ് കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അഡ്വാൻസ്ഡ് പരോൾ ഉണ്ടെങ്കിൽ പോലും യാത്ര ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അഡ്വാൻസ്ഡ് പരോൾ എന്നാൽ അമേരിക്കയ്ക്ക് പുറത്തു പോയി തിരികെ വരാനുള്ള അനുമതിയാണ്. USCIS ഇപ്പോൾ ICEയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ട് അഭിമുഖത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. ഉദ്യോഗസ്ഥന് നിങ്ങളുടെ അപേക്ഷ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വിവാഹം വ്യാജമാണെന്ന് തോന്നുകയാണെങ്കിൽ അവർ ICEനെ വിളിക്കുകയും നിങ്ങളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യും. ഇങ്ങനെ പല ആളുകൾക്കും സംഭവിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കുടിയേറ്റ അപേക്ഷ ഇപ്പോൾ നിരസിക്കപ്പെട്ടാൽ നിങ്ങളെ നാടുകടത്താനുള്ള നടപടികൾ ആരംഭിക്കാൻ സാധ്യതയുണ്ട്. മുൻപ് അപേക്ഷ നിരസിക്കപ്പെട്ടാൽ വീണ്ടും അപേക്ഷിക്കാമായിരുന്നു. എന്നാൽ ഈ പുതിയ നിയമം ഏകദേശം ഒരു മാസം മുമ്പ് തുടങ്ങിയതാണ്. നിങ്ങളുടെ അപേക്ഷ നന്നായി തയ്യാറാക്കുകയും ആവശ്യമായ രേഖകളെല്ലാം കൃത്യമായി സമർപ്പിക്കുകയും ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്. നിങ്ങൾക്ക് മുൻപ് കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അഭിഭാഷകൻ്റെ സഹായത്തോടെ അഭിമുഖത്തിന് പോകുന്നത് വളരെ നല്ലതാണ്. വക്കീലുണ്ടെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാകും.